ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് മട്ടൺ റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. നല്ല ടേസ്റ്റിയായിട്ട് എങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു ഇടിക്കല്ലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുക്കാം. ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മതി കേട്ടോ. ഇത് മിക്സിയിലിട്ടൊന്നും പൊടിച്ചെടുത്ത് കേട്ടോ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടൂല. പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകം ഉണ്ടല്ലോ, അതും ഇതുപോലെ തന്നെ ഒന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഇതുപോലെ ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി. നമ്മളെ മട്ടന് നന്നായിട്ട് കഴുകി വെച്ചിട്ടുള്ള മട്ടനാണിത്. അപ്പോൾ നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 3/4 കിലോ മട്ടനാണ്. നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളക് 1/2 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ ജീരകം 1/2 ടേബിൾ സ്പൂണും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ലേശം വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. വെള്ളം അധികമായി പോകേണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്താൽ മതിയാവും. ഇവിടെ നമുക്കൊരു 2 വിസിലടിക്കണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ മട്ടൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നും ഇല്ലട്ടോ ഇതിൽ. നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിന് ഞാനിവിടെ ഒരു ഇരുമ്പ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇരുമ്പ് ചട്ടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഏത് ചട്ടി ഉള്ളത് വെച്ചാൽ ആ ചട്ടി എടുത്താൽ മതി കേട്ടോ. ഞാൻ ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2-2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണിട്ടത്. അപ്പോൾ ഇതൊരു 4 പോണ വെളുത്തുള്ളി ഉണ്ട്. ഇതൊന്ന് ബ്രൗൺ നിറമാവുന്ന വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയാണ് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് ഇല്ല, ഒരു 1/2 കപ്പിലേറെ ആയിട്ടുണ്ട് കേട്ടോ ഈ ചെറിയ ഉള്ളി. അപ്പോൾ ഇത് എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇത് വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇട്ടത്. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പേസ്റ്റ് ഉണ്ട്, അതാണത് കട്ടായിട്ട് ഇരിക്കണം കേട്ടോ. അതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള കുരുമുളകും ജീരകവും ഉണ്ടല്ലോ ഇതിലേക്കും ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളത് പിന്നെ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ മട്ടൻ വേവിച്ച് വെച്ച മട്ടൻ ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ മട്ടനൊക്കെ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ മട്ടൻ റോസ്റ്റ് കഴിക്കാനും. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ റോസ്റ്റാണത്. കുറച്ച് മല്ലിയില കൂടി മുകളിലൂടെ വിതറാം കേട്ടോ. പിന്നെ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് കാണാം. ബൈ.